നല്ല ഇടത്തോട്ട് അവൻ പോകുന്ന ഞാൻ വിശ്വസിക്കണം. കെ എൽ അച്ചു. ആ അച്ചു നീയൊക്കെ വന്നായിരുന്നല്ലേ? ഒരുപാട് പേരുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇനി ചാറ്റ് നോക്കിയോട്ടെ, ഇത് സമാധാനമായിട്ട് ചാറ്റൊക്കെ വായിക്കാമല്ലേ. അരുൺ പി, നമ്മുടെ മോഡറേറ്റർ. റെഡ് ഫോക്സ് ബ്രോ ഹലോ. ഈ ക്രിസ്മസ് അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നേ. ആ ഇപ്പം എല്ലാവർക്കും കിട്ടണമുണ്ടല്ലോ. ആ എനിക്ക് എല്ലാവർക്കും കിട്ടണമുണ്ടല്ലോ. പറയാമോ? ഹലോ റിപ്ലൈ ഞാൻ പറഞ്ഞു. ഹായ് മാർക്കോ ഡബിൾ ചെയ്യുന്ന. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും കയറി ഇപ്പോൾ 22 പേര് ലൈവ് ആണുണ്ട് ഗൈസ്. പക്ഷേ അതിൽ എനിക്ക് ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ലൈക്ക് പിന്നെയും കുറച്ചെങ്കിലും അടിക്കണമെന്ന് പറയാം, പക്ഷേ സബ് കൗണ്ട് കൂടണേ ഇല്ല ഗൈസ്. ഇപ്പോഴും 605 സബ് തന്നെ. അതാണ് എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ കാണാനെങ്കിലും തോന്നണല്ലോ എൻ്റെ ലൈവ്. ആയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഗൈസ്. എനിവേ എന്തായാലും നിങ്ങൾ ലൈവ് തുടർന്നും കാണും, സന്തോഷം. മുത്തേവ എങ്ങോട്ട് പോകണമെന്ന് ഇനി നോക്കട്ടെ മുത്തേ. അതേപോലെ തന്നെ ഇവിടുത്തെ ചാറ്റുകൾ നമുക്ക് വായിച്ചു നോക്കാം മുത്തേ. നൈറ്റ് കാണാം. ഓക്കേടാ, ഓക്കെ നൈറ്റ്. ഇനി പേഴ്സണൽ ഡി എം പോയിട്ട് റെഡ് ഫോക്സ് ബ്രോ നെക്സ്റ്റ് എൻ്റെ വിഷയിൽ പോവാം. സബ്സ്ക്രൈബർ ഓടാ. താങ്ക്സ് ബ്രോ. എടാ ബ്രോ എന്നടിക്കുന്ന നേരത്ത് BRI എന്നായിപ്പോയി. ടൈപ്പ് ചെയ്യണം, എന്തിന് പറഞ്ഞെന്തിന്. എൻ്റെ വേക്കിൽ ആരെങ്കിലും ഉണ്ടോ? ഇതാരും മുത്തേ ഇരിക്കണ. ഇവിടെ നമ്മളെ ബസ്സിൽ കുറേ പേരുണ്ടെന്നോ കേട്ടാ. മുത്തേ ത്രിലോക ബസ്സിൽ ഞാൻ എന്തായാലും കയറിയിട്ടുണ്ട്. അതായത് നമ്മളെ ചാറ്റിലൊക്കെ വന്നിട്ടുള്ള മറ്റേ നമ്മളെ ശ്രീവൈറ്റി, നിങ്ങൾക്ക് അറിയായിരിക്കും. അവൻ്റെ എന്തൊരു ക്ലാൻ ബസ് അതാണ്ടാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, സന്തോഷമുണ്ട്. അവൻ്റെ ഒരു ബസ്സിൽ, അവൻ്റെ ഒരു ക്ലാൻ ബസ്സിലേക്ക് കയറാൻ പറ്റും. മുത്തേ ആക്സിഡൻറ്റ് ഇന്ത്യ പിന്നെ. മുത്തേ ആ ബസ്സിൽ ഇരുന്നു അവൻ്റെയൊക്കെ കട്ടയും പടം. ഉയ്യോ പോയി മുത്തേ. എനിക്ക് പോയി എടാ മുത്തേ കുഴിയിലോട്ട് ഭാഗ്യത്തിന് തിരിച്ചറി. തലേരെ മുകളിലൊക്കെ പോയി. മുത്തേ അടങ്ങ് പതിയെ. ഇതെന്തൊരു ആക്രാന്തം വേണ്ട, ബസ്സൊക്കെ പാഞ്ഞു വരണം. സ്കാം നെഹി ബ്രദർ. 1,07,00,000 അല്ല 1,07,00,000 അത്ര രൂപയ്ക്ക് എൻ്റെ ഉള്ള വണ്ടി ഞാൻ വീണ്ടും തിരിച്ച് റിപ്ലേസ് വാങ്ങണോ മുത്തേ? ഇപ്പോൾ നമ്മൾ തരുന്നത് മറക്കൂന്ന മുത്തേ. മനസ്സിലായില്ലല്ലോ. എന്ത് മറന്നു മുത്തേ? മനസ്സിലായില്ല. അടുത്ത മോഡറേറ്റർ മുത്ത് തന്നെയാടാ. നീ തന്നെ മുത്തേ, അതാ വേറെ ഏതെങ്കിലും ഒരുത്തനാണ്? കറക്റ്റ് അറിയാൻ പറ്റണല്ലോ മുത്തേ. ലൊട്ട ലാഗ്, ഭൂലോക ലാഗ് മുത്തേ. ഈ സിറ്റി കയറുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെയാണ്ടാ. ഞാൻ ചുമ്മാ ലൊട്ട പറഞ്ഞല്ലേ, ഈ സിറ്റി കയറുമ്പോൾ ഉണ്ടല്ല അപാര ലാഗാണ്. എടാ ഇവനെ ഇഗ്നോർ ചെയ്തോളാ. 1,07,00,000 എൻ്റെ ഉള്ള വണ്ടി ഞാൻ വീണ്ടും എടാ മുത്തേ സ്കാം കിട്ടും ചിലപ്പോഴൊക്കെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ റൂമിലാണെങ്കിലും വേറെ ആരുടെ റൂമിലാണെങ്കിലും വന്ന് നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കണ്ട് നിൽക്കണേടാ ഗൈസ്. അവിടെ എനിക്ക് ഇത് ഓണാക്കാൻ വിട്ടോ. അയ്യോ സ്നോ മിറർ വേണ്ട. ഈ കണ്ണാടി കൂടെ നമ്മൾ വെളിയുള്ള കാഴ്ച കാണാം. അയ്യോ മുത്തേ ത്രിലോക ബസ്സിലുള്ള നമ്മളെ നല്ല ഇടത്തോട്ട് തന്നെ കൊണ്ടുവന്നാൽ. ഇത് മറ്റേ എയർപോർട്ടല്ലേ എടാ, സിറ്റിയിലാ. നല്ല ഇടമാണ് അത് തന്നെ, നല്ല സ്ഥലമാണ്. ഗ്രാഫിക്സിലൊട്ടെ എടാ എന്തൊക്കെ സംഭവിച്ചാലും ലാഗ് അടിച്ചാൽ പോലും ഇപ്പം ഗ്രാഫിക്സ് കുറയാനില്ല. അവൻ എൻ്റെ മനസ്സ് കേട്ടാ മുത്തേ. ഒലഹാസ് എൻ്റെ മനസ്സ് കേട്ട് എനിക്കിപ്പം ലൊട്ട ഗ്രാഫിക്സ് ഗുഡായി പോകണമെന്ന് ഫാസ്റ്റായി പോകണം. ലൊട്ട എനിക്കിപ്പോൾ കാണിക്കല്ല. താങ്ക് യു ഒലഹാസ് മുത്തേ. നീ ഇപ്പം എൻ്റെ അടുത്ത് ഡബിളി പെരുമാറ്റോണ്ട് പെരുമാറണം. ഇതെവിടെ പോണ? ഞാൻ വിചാരിച്ച എയർപോർട്ടിൽ പോകണം. ഇതെങ്ങാട്ട് പോണ മുത്തേ? ഇതെങ്ങാട്ട് വെച്ച് പിടിക്കണ മുത്തേ? മലബാർ എനിക്ക് സ്കാം ചെയ്യാൻ നോക്കി നടന്നില്ല, എനിക്ക് പോയി. 1,07,00,000 പരിപാടി നോക്കിയിട്ട് നടന്നില്ല, കൊണ്ട് പോയി. റെഡ് ഫോക്സ് പോയോ? ഞാൻ ബസ്സിലുണ്ട്. ഉണ്ട് സബ് പ്ലീസ് ഗൈസ്, സബ് അടിക്കൂ ഗൈസ്. എടാ അവന്മാർ ഇഷ്ടമുണ്ട് അടിക്കട്ടെ ഗൈസ്. അത് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്രിസ്മസ് അപ്ഡേറ്റ് വരുന്നത് എങ്ങനെയാണ്? എടാ എനിക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇത് വന്നല്ല. അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നേരെ ഇങ്ങനെയാണ് കാണിച്ചത്. ഇനി പ്രത്യേകിച്ച് ഞാൻ ബീറ്റയിലും ജോയിൻ ചെയ്യില്ല, വേറെ ഒന്നിലും ജോയിൻ ആവേണ്ടി വന്നില്ല. അല്ല എനിക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് വന്നല്ല. എന്ത് ഇറങ്ങട്ടെ ബ്രോ? നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പോയി എന്ന്. ആര് പോയിന്ന്? നീ പോയാ? സബ് അടിക്കുക ഗൈസ് ചെയ്തേ എന്നാ. എടാ ഞാൻ ഈ ബസ്സിൻ്റെ വെളിയിലാണ് ഇപ്പോൾ നിൽക്കണം മുത്തേ. ഇവിടെയും മഞ്ഞുണ്ടല്ലേ? മഞ്ഞിൻ്റെ ചെറിയ ഇതുണ്ട് കേട്ടോ, ലക്ഷണങ്ങളുണ്ട് ഈ സ്ഥലത്തും. ഇത് വില്ലയല്ലേടാ? ഇത് വില്ല തന്നെ. വില്ലയിൽ ഏത് സ്ഥലമാണിത്? വില്ലയിലോട്ട് കയറണം. എൻട്രൻസ് അതാണിത്. കയറണ ഒരു വഴിയാണിത്. ഓക്കെ ബൈ എന്നാ. കേട്ട് ഓക്കേടാ. ഓ ബൈ എന്ന് പറഞ്ഞാ മുത്തേ. ബൈ
എപ്പോൾ ആണ് അപ്ഡേറ്റ് ഒന്നും ചെയ്തേ? അപ്ഡേറ്റ് എടാ ഇന്നലെയാണ് ഞാൻ അപ്ഡേറ്റ് വന്നത്, ചുമ്മാ വെറുതെ കോമൺ. എടാ സാധാ അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ആ ടൈം ആണ്ടാണ് ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തത്. അത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ പുതുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല, അത്ര അല്ല. പിന്നെന്തരും നെക്സ്റ്റ് എൻ്റെ ബസ്. എടാ നോക്കാം എല്ലാം കയറാത്ത ബസ് കയറാം, അത്രയാണ് പറഞ്ഞോളൂ. അത് തന്നെ കയറാത്ത ബസ് കയറാം എന്തായാലും. ഇതേത് ബസ്? യോധാവാ? ത്രിലോക തന്നെയല്ല എടാ, ഇതേത് ബസ്? എടാ ത്രിലോക ബസ് അല്ലേ ഞാൻ കയറിയ? ഞാൻ സൈഡിൽ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു മുത്തേ രണ്ടാമത്തെ തവണയാണ് അവൻ്റെ വണ്ടി വീഴണം മുത്തേ, അവൻ്റെ ബസ് രണ്ടാമത്തെ തവണയാണ് വീഴണം മുത്തേ. എന്തായാലും നോക്കാം. എക്സ്ബോക്സ് പ്രോ ഗെയിമിൽ വോയിസ് മൈക്ക് ഓൺ ആക്കുക. എന്തൊക്കെ പറഞ്ഞേ? ഉണ്ടീന്ന് എന്ത് പറഞ്ഞത്? ഉണ്ടീന്ന് അവൻ്റെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉണ്ടീന്ന്. എടാ മുത്തേ ഞാനേ ഇപ്പം ഇതിൻ്റെ അകത്ത് മൈക്കോണാകത്ത വേറൊന്നും കൊണ്ടല്ല, ഞാൻ പ്രിസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, പ്രിസത്തിൻ്റെ മൈക്ക് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മൈക്ക് ഇതിൻ്റെ അകത്ത് ഓണാക്കുവാണെങ്കിലേ, ഗെയിമിനകത്ത് മൈക്ക് ഓണാക്കുവാണെങ്കിൽ വീണ്ടും വന്നാൽ മുത്തേ, അല്ല വേണ്ട മുത്തേ വേണ്ട, എൻ്റെ ഉണ്ട്. അങ്ങനെ വീണ്ടും ഇതാക്കിയാലേ ഫുൾ സൗണ്ട് പോകും, ലൈവിലെ സൗണ്ട് പോകും. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ട. ഓൾറെഡി നമ്മൾ മൈക്ക് കടയ്ക്ക് പ്രശ്നമേ പോയാലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു മര്യാദയ്ക്ക് നിൽക്കണം. അതുകൊണ്ടാണ് നമുക്ക് ചാറ്റിക്കൂടെ നമ്മളിങ്ങനെ പറ സംസാരിക്കാം മുത്തേ, ഇത്രയേ ഉള്ളൂ മുത്തേ. ഇത് മലബാർ അല്ല, യോധാവാണ്. ആക്റ്റീവ് ഡ്യൂഡ്. എടാ ഇവൻ്റെ ബസ്സിൽ കയറണം ഞാൻ ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ അടുത്ത് 2-3 തവണ ചോദിച്ചാണ് ഞാൻ ബാക്കിയുള്ള ബസ്സിലേക്ക് കയറിയപ്പോഴേ. ഓക്കെ എന്തായാലും നിൻ്റെ ബസ്സിൽ തന്നെ കയറില്ല മുത്തേ, സന്തോഷം. ബാക്കിയുള്ളവർക്ക് എവിടെയാടാ മുത്തേ? എന്തോ ഏട്ടാ നോക്കട്ടെ. എന്തായാലും ഈ സ്ഥലം കൊള്ളാം എടാ. ആ സ്ഥലത്ത് അത് നമ്മളെ പുഷപ്പ് ചലഞ്ച് ഇടണം നമ്മൾ. എടാ പുഷപ്പ് ചലഞ്ച് ഇപ്പം ഞാൻ ചെയ്യണമെന്നില്ല കേട്ടോ. പുഷപ്പ് ചലഞ്ച് ഞാൻ പറയണല്ലേ, അപ്പോൾ ഞാൻ ചെയ്യുമല്ലോ. ഇത് പുഷപ്പ് ചലഞ്ചിൻ്റെ ഇടമാണ്, അങ്ങോട്ട് പോവാണ്. പുഷപ്പ് ചലഞ്ച് എനിക്കിനി പുഷപ്പ് ചലഞ്ച് ഇപ്പം ചെയ്യുകയാണെങ്കിൽ ഇത് വരണില്ല. ഇപ്പം ഞാൻ അത് പറഞ്ഞുകൊണ്ട് ചെയ്യത്തില്ലല്ലോ. എന്തായാലും നോക്കാം. 22 പേര് ലൈവ് ഉണ്ട് ഗൈസ്. താങ്ക് യു ഗൈസ്. ലൈവ് കാണാൻ വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും, പക്ഷേ നിങ്ങൾ ലൈവ് കാണാൻ വന്നതല്ല, എനിക്ക് ഒരുപാട് ഹാപ്പിയാണ്. ഇവിടെ നമുക്ക് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വന്നേണേ മുത്തേ. മാർക്കോ എൻ്റെ വെൽക്കം ആക്കൂലേ എന്നാ മുത്തേ? അവനെ വെൽക്കം ആക്കും മുത്തേ. ദേവ് സുനിൽ മുത്തേ തന്നെ ഞാൻ വെൽക്കം ആക്കി പോലെ. വെൽക്കം ബ്രോ, വെൽക്കം ദേവ് സുനിലേ, വെൽക്കം ബ്രോ. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഇപ്പോൾ ആണ് ഒലഹാസ് തന്നെ അപ്ഡേറ്റ് ആക്കുന്നത്. അതെന്ത് മുത്തേ? അതെന്തോടാ? അത് ചിലപ്പോൾ അറിഞ്ഞു വിട്രാ ബ്രോ. ഞാൻ പോവുക, എൻ്റെ അച്ഛൻ സീനാക്കോടാ. ഓക്കെ സീനില്ല വയ്ക്കോ. പറ്റുമ്പോൾ വന്നാൽ മതിയടാ, പറ്റുമ്പോൾ വന്നാൽ മതി. ഇല്ല മുത്തേ, നിന്നെ ഞാൻ വെൽക്കം ആക്കിയല്ലേ. യൂട്യൂബ് ചാനൽ ഓണർ നിന്നെ വെൽക്കം ആക്കി, അതിനപ്പുറം എന്തിനാണ് വേണ്ട? അവൻ ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറ്റം പറയത്തില്ല. ലുഫി എല്ലാവരും എവിടെടാ മുത്തേ? എടാ മുത്തേ എല്ലാവരും എവിടെ പോയി? കാണാനില്ലല്ലോ. നാളെ വരാമേ. ഓക്കേടാ. ഓക്കെ ബ്രോ. എനിക്കൊരു വണ്ടി തരും അവിടെ. നമ്മൾ ലൈവിൽ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറില്ലടാ ദേവേ, അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ കൊടുക്കുമെന്നായിരുന്നു തരാൻ ഇഷ്ടമില്ലായിട്ടല്ലടാ. നമ്മളങ്ങനെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതിന് വേണ്ടി മാത്രം നമ്മളെ സ്ട്രീമിൽ ആൾക്കാർ വരാൻ തുടങ്ങും. നമ്മൾ ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞല്ലാതെ അങ്ങനെ ആൾക്കാർ വരും പൈസയ്ക്കും കാറിനും വണ്ടിക്കും വേണ്ടി വരാൻ തുടങ്ങുവാണെങ്കിൽ നമുക്കത് മാനസികമായിട്ട് വിഷമാക്കൂലേ? അതുകൊണ്ടാണ് കേട്ടോ തരാത്ത. അല്ലാതെ നിനക്ക് തരണയിലൊന്നും എനിക്ക് ഭയങ്കര വിഷമമൊന്നുമില്ല. എൻ്റെ വണ്ടി കയറേ വൂൾഫ്. പിന്നെ കയറാം എല്ലാവരും കയറാം. ആദ്യം എല്ലാവരും വാ. എല്ലാവരും ബസ്സിലൂടെ എങ്ങനെ ഒരുമിച്ച് കയറണം മുത്തേ? മനുഷ്യനല്ലേടാ മുത്തേ. നമ്മളെങ്ങനെ ഇത് ആരൊക്കെ കണ്ടാൽ വരണേ ഉള്ളൂ. നമുക്ക് ഫോട്ടോ എടുക്കാതെ പോകാനും പറ്റൂല. പിന്നെ നമ്മൾ വെറുതെ പോകില്ലേ മുത്തേ? കാറൊന്ന് മാറ്റടാ. നമ്മൾ വണ്ടിയുടെ ബസ്സിൻ്റെ ട്രിപ്പ് അടിക്കുമ്പോൾ നീ കാർ എടുത്ത് വെച്ചിരുന്ന ഞാനാ പറഞ്ഞ ലുഫീന്നാ. അതെന്തൊരു ഒരു പോക്ക് പോയല്ലോ മൈ. മഹാവീർ എല്ലാവരും വന്നോ? കൊമ്പനും ഉണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ലോക പിന്നെ അതേത് വണ്ടി ബ്രോ? സോറി ഞാൻ എത്തിന്നാ. ഓക്കെ ലെജൻഡ് നേരത്തെ ആണല്ലേ? ഹോളിഡേ മുത്തേ ഉമാർ പണിഞ്ഞു ചെയ്യണം ചില വണ്ടിക്ക് ഡബിൾ ആണ് മുത്തേടാ. പിന്നെ എൻ്റെ ഇരിക്കണ ബസ് നൈസാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ക്ലാനിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും കൊടുത്തല്ല ചെയ്യണം. ഞാൻ വേൾഡ് സെയിൽ പോയി എടുത്തതാണ്. ബോക്കുവിൻ്റെ ബസ്സാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് വൈബ് സാധനമാണ്.
ആ നൈസായിട്ടുണ്ട് മുത്തേ. അത് പിന്നെ അങ്ങനെ എടുക്കാറില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ബെസ്റ്റ് ട്രിപ്പ് അടിക്കാൻ പോലും ഞാൻ അങ്ങനെ എടുക്കാറില്ലല്ലേ. ഷേ ബ്രോ, ഞാൻ ന്യൂ പ്ലെയർ ആണ്. എനിക്ക് ഫസ്റ്റ് ഒരു വണ്ടിയേ ഉള്ളൂ. നമ്മൾ ലൈവിൽ കൊടുക്കാത്തതുകൊണ്ടാണോ? ഇല്ലെങ്കിൽ നിനക്ക് എനിക്ക് മനസ്സിലായില്ലേ, ഞാൻ നിനക്ക് തന്നെ ലൈവ് ഒരാൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ മാറ്റിയ ആൾക്കാർ ചോദിക്കില്ലടാ, എന്ത് ഇവന് മാത്രം കൊടുക്കണം എനിക്ക് തരാത്തെന്ത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞതിൽ ഒട്ട ആയി പോകണം. അതുകൊണ്ടാണ് കേട്ടോ. നിനക്ക് വേണം നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഇവിടെ ലൈവ് ഒന്ന് ചോദിച്ചോ, റൂമിൽ കയറിയിട്ട് അവന്മാർ തന്നാൽ നീ വാങ്ങിച്ചോ. അവന്മാരുടെ അടുത്ത് ഞാൻ തരലെന്ന് പറയാനല്ല, പോരെ കൊടുക്കല്ല അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാരും വന്ന് നിക്ക്. ബ്രോ ബസ് അങ്ങനെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ ബസ് കാണാതായി പോയി. ബ്രോ ബസ് എങ്ങനെ ഉണ്ട്? കൊള്ളാം മുത്ത. ഇവിടെ ഇരിക്കുന്ന ബസ്സിൽ ഏത് മുത്ത അഴുക്ക? ഇവിടെ ഇരിക്കുന്ന ബസ്സിൽ ഏത് അഴുക്ക? ഇതേതീ ബസ് മുത്തേ? എടാ എനിക്ക് ഈവനിങ് വന്നിട്ടോട്ടെ. ഈവനിങ് ഗ്രാഫിക്സിൽ ആ വൈബ് അങ്ങ് ചേഞ്ച് ചേട്ടാ. ആ ഒരു ഈവനിങ് ഇടുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ പലതായിട്ട് വരണുണ്ട്. ഓക്കെ ഓട്ടാ, ഇതെന്തോ ബ്ലൂം ഓണാക്ക്. ബ്ലൂം ഓണാക്കി ലോകടിക്കാൻ എന്തോ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നിന്റെ ഏതാണ്? നിന്റെ ഏത്? മുത്തേ എത്തി മാറി മുത്തേ. അവന്ന് വണ്ടി നോക്കിട്ടാ മുത്തേ. സോംബി ലോടാ. ബ്ലൂ ഓണാക്കി ആ വെറൈറ്റി സാധനം ഉണ്ട് കേട്ടാ. സോംബി എൻജോയ് ലുഫിയാണ് കേട്ടാ. ലുഫിയുടെ വണ്ടിയാണ് സോംബി. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ബ്രോ എന്ത് പിശുക്ക് കാണിക്കണേ? ഞാൻ വേണേ 9 ലക്ഷത്തിന് ഒരു വണ്ടി സെല്ല് ചെയ്യാൻ വാങ്ങിച്ചോ. മുത്തേ നീ എൻ്റെ ഇരിക്കണ ഈ പൈസ ഉണ്ടാ മുത്തേ, 2 കോടി രൂപ. പോരാത്തിന് എൻ്റെ 142 കാറുണ്ട്. നമ്മൾ ലൈവിൽ ഒരു റൂൾ വെച്ചിട്ടുണ്ട്, മനസ്സിലായി? നമ്മൾ ലൈവിൽ ഒരു റൂൾ വെച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുക്കൂലെന്ന് പറഞ്ഞ റൂൾ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കൊടുക്കാത്ത. മനസ്സിലായില്ലേ? ഒരുപാട് അർഹതപ്പെട്ടവരൊക്കെ നമ്മളിട്ട് ചോദിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്ത. മനസ്സിലായില്ലേ മുത്തേ? ഇത് പിശുക്കല്ല മുത്തേ, ഇതാണ് റൂളാണ്, ഒരു ലൈവിലെ നിയമമാണത്. അത് പിശുക്കല്ല മുത്തേ. ID പാസ് സെർവർ പിൻ ചെയ്തിട്ടുണ്ടാ? പിൻ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചാ വന്നാ മുത്തേ. എടാ നമ്മൾ പുഷപ്പ് ചലഞ്ചിന് കണ്ട മുത്താണ്, ഇപ്പോഴാണ് എത്തണം. ചാക്കോച്ച അവനല്ലേ? ആ ചാക്കോച്ച നിന്ന് തോന്നുന്നു. മുത്തേ നീ വന്നാ? ചാക്കോച്ച നീ വന്നാ? മുത്തേ ബെസ്റ്റിയാണ് കേട്ടാ, ബെസ്റ്റിയാണേ, കട്ട ബെസ്റ്റിയാണേ. പെണ്ണുള്ളവരൊക്കെ മാറിയിരുന്നു കേട്ടാ, കട്ട ബെസ്റ്റിയാണേ, പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടാ. ബ്രോ എൻ്റെ വണ്ടി കയറും കേട്ടോ, നമ്മൾ നേരത്തെ വണ്ടി കയറാം. സോംബി ലോക്ക് ഇട്ട് ഞാൻ സോംബി മാറ്റി. ലുഫി ലോക്ക് മാറ്റാ, എനിക്ക് കയറാം. നേരത്തെ കയറാൻ എന്തിനാ വേണ്ട പറഞ്ഞില്ലേ? അല്ല നമുക്ക് വേറെ കയറിയാലാ? ലോക കയറണോ? ഓ ഡോറാ ബുജി, എന്തിന് ഡൊറാഡോയാ? ഒന്നുകൂടെ നോക്കിയാലാ? ആ ഓക്കെ സെറ്റ് ലാസ്റ്റായിട്ട് നോക്കാൻ വന്നിട്ടില്ല, നമ്മൾ വേറെ കയറിയാനെ. മൗണ്ടേൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോയിരിക്കും. എന്തായാലും അറിഞ്ഞൂടെ, എന്തായാലും നല്ലയിടത്തോട്ട് പോയിട്ട് അത് തന്നെ. ഓക്കെ ഓ വച്ച് പിടിക്കുവാണ്. ഈ വ്യൂ ആക്കാം, ഇങ്ങനെ ആക്കാം. ഓക്കെ ഇങ്ങനെ കാണുമ്പോൾ നൈസാണ്. എടാ മൗണ്ടേൻ പൊയ്ക്കോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്, അങ്ങോട്ട് തന്നെ പോയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം ഗൈസ്. അത് തന്നെ. ഓ ലൈവ് 19 വാച്ചിങ് ഉണ്ടല്ലേ? ഓക്കെ താങ്ക് യു ഗൈസ്, താങ്ക് യു. 19 വാച്ചിങ്, ഓക്കെ നല്ല കാര്യം. ലൈവ് കഴിഞ്ഞിട്ട് 1 hour 17 minute അല്ലേ? ഓക്കെ 5:09 ഇപ്പം മറ്റേ ക്ലോക്കിൽ സമയം ഉണ്ടല്ലോ, 5:09. ഓഹോ വച്ച് പിടിക്കാനല്ല, തൊട്ട് ബാക്ക് സീറ്റിൽ ഞാനുണ്ട്. ഓടാ പിയല്ലേ,
ഇന്ത്യ റോക്കറ്ററാ തൊട്ട് ബാക്ക് സീറ്റിലാവും ഉണ്ടെന്നടാ. അപ്പോൾ പിന്നെ അവളെ നോക്കായിരുന്നാലേ. എടാ ഞാൻ വീണ്ടും ഫ്രണ്ടിലെടാ. ഇതെന്ത് നടക്കണത്? ഏണ്ടാ അവ ഇരിക്കണണ്ടാ. എടാ എനിക്കിത് ഞാൻ മാത്രം ഈ സൈഡിൽ വരണമെന്നാണ് എനിക്ക് അറിയാൻ പാടില്ല. എന്ത് ലോട്ടേന്നാണ്. എന്ത് ഇവിടെ നിർത്തിയാ? ഇതേ സ്ഥലം മൊത്തം കാടാണല്ലോ സൈഡിലോട്ട്. അതേ സ്ഥലമാടാ മുത്തേ. നിക്കേ. ഓ അതേതാ വീടടാ. അതേതാ വീട്. ഇങ്ങോട്ട് നോക്കണോ അങ്ങോട്ട് നോക്കണോ? ഇതെന്താ ടി വി ഒക്കെ കാണാം. ടി വി അല്ലത് വേറെ എന്തിനാ? സോഷ്യൽ മീഡിയയുടെ സാധനമാണെന്ന് തോന്നേട്ടാ. ഓ ഇത് വൈബ് തന്നെ ഏട്ടാ. ഇങ്ങനെ നൈസ്. ഓ അതാരും എവിടെ കൂടെ ബസ്സൊക്കെ കൊണ്ട് എവിടെ കൂടെയൊക്കെ പാഞ്ഞ് കയറണ? നീ റൂമിൽ കയറി. ഓ മരങ്ങാടി കയറി സംസാരിക്കണം. പുറപ്പെടുന്നേ. റെഡ് ഫോക്സ് റൂമിലാണോ കയറേണ്ടത്? എടാ എൻ്റെ അല്ലെന്ന് തോന്നണം. അവൻ എൻ്റെ ആണോ? ഓക്കെ എൻ്റെ ആണെങ്കിൽ ഓക്കെ ഞാൻ വെച്ചാൽ അവൻ്റെ ആയിരിക്കുമെന്ന്. പേഴ്സണൽ റൂം ആയിരിക്കുമെന്ന്. ഓക്കെ ബ്രദർ. ഞാൻ നല്ല തിനാല. ഓ നേരത്തെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകണം. അത് ഉറപ്പിച്ചിട്ട് പറയാം. ഓ തന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ച സമയത്താണ് അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ പോണ മുത്തേ? ഇത് ഇപ്പോഴും സിറ്റിയിലോട്ടല്ലേ മുത്തേ പോണ? സിറ്റിയിൽ എയർപോർട്ടിലോട്ടല്ലേ പോണ? എന്തായാലും നോക്കട്ടെ, ഇതൊന്ന് മാറ്റിക്കോട്ടെ. എന്താ അങ്ങനെ നിർത്തിയേക്കണം? ഓ ബാക്കിൽ ബസ്സറാ മുത്തേ. റിവേഴ്സ് എടുക്കാൻ നേരത്തെ പാട്. അത് എനിക്ക് ചിലവ് പറ്റണേട്ടാ. ബ്രോ നോട്ട് ഇൻ റൂം എന്ന് കാണിക്കുകയാ. എടാ അതെന്തോന്നോടാ എനിക്ക് അറിഞ്ഞൂടാ. അത് ഒലഹാസിനെ അറിയാവൂടാ. ഐ ആം ബാക്ക് എന്നാ. ഓക്കേടാ ഓക്കെ 11 നേരം റൂമേ ഉള്ളു. അപ്പം ആൾക്കാർ നിറഞ്ഞിട്ടല്ലേ. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ബഗ്ഗായിരിക്കും. മുത്തേ വെങ്ങാട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയയും ഇല്ലേ മുത്തേ. എടാ പിന്നെ എനിക്ക് ഡബ്ല്യൂ സ്ഥലം അറിയാം കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ട് പോകണം കേട്ടോ. ഈ ബസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ആ സ്ഥലം നല്ല ഇടമാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ നല്ലൊരു വണ്ടി വേണം. കാറ് വേണം. ബസ് കൊണ്ട് പോകാൻ പാടാണ്. ബസ് കൊണ്ടുപോകാൻ സ്ഥലമില്ല ഇവിടെ. കാറ് വേണം. അത് എൻ്റെ വണ്ടിയാണോ? അല്ലായിരിക്കും. അയ്യോ മുത്തേ എന്തായാലും ഈ മഞ്ഞുള്ള സ്ഥലം ഉണ്ടല്ലോ ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ മുത്തേ. ഒരു മൈൻഡിൽ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബറിൻ്റെ വണ്ടി കയറി ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ മുത്തേ. ഞാൻ മൗണ്ടൈൻ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് അങ്ങോട്ട് ചിലപ്പോൾ മൗണ്ടൈൻ ആയിരിക്കും പോണേ. അവൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കയറി മൗണ്ടൈൻ പോകണേയിരിക്കും. ഞാൻ ആ കാര്യം വിട്ടു കേട്ടോ. ഞാൻ പോകാൻ പറഞ്ഞത്. ഓക്കെ മുത്തേ താങ്ക് യു. നീ അങ്ങോട്ട് പോകണ്ടല്ലേ? ഞാൻ ഓർത്തില്ല മുത്തേ. ഞാൻ വീണ്ടും ഫ്രണ്ട് സീറ്റിലായി പോയടാ. ഇത് എന്തിലോട്ട എൻ്റെ ബേക്കിലായിരിക്കണ. KL സിതാമെന്നല്ല മുത്തേ. സിതാനെ ഞാൻ വന്നു. കാർത്താ ദേവ് സുനിൽ ഹൈഡ് ബ്ലൂ മോണായി കിടന്നു. ചുമ്മാ അല്ലടാ ലാഗിൻ്റെ പെരുമഴ. ചെറിയ ലാഗ് അടിച്ചായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു. പക്ഷേ എനിക്ക് കളിക്കുമ്പോൾ അവർ ഒയ്യോ വണ്ടി മറിഞ്ഞ് മുത്തേ. സൂക്ഷിക്കും മുത്തേ. സീനാവും മുത്തേ. പാസഞ്ചർ ഉള്ളതാണ് മുത്തേ. അവൻ്റെ ഹൈഡ് നിക്കിൻ്റെ പേര് കാണണ്ടേ? പിന്നെ അത് തന്നെ പേര് കാണാതെ എന്തൊരു പരിപാടി. പിന്നെ മൈക്ക് പോയനെ അല്ല അത് വേറെ. എടാ മുത്തേ നമ്മൾ ഓക്കെ സെറ്റാണ്. സീനില്ല. മുത്തേ എവിടെ ഇറങ്ങിയ ഡ്രൈവർ ഇറങ്ങി പോണ്ടറാ. ബ്രോ പറഞ്ഞോ. ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. എവിടെ? ഇപ്പം എന്തായാലും കയറി പോയനെ മുത്തേ. ഇവൻ പറഞ്ഞു ഇവിടെ എന്തിനാ ഒരു സാധനം ഉണ്ടെന്ന് മുത്തേ. എന്തേലും ഉണ്ടടാ.
ഓ മുത്തേ ഇതെന്തേലും അയ്യോ മുത്തേ അവൻ തള്ളിക്കൊണ്ട് പോയി കേട്ടാ മുത്തേ. കൊള്ളാടാ മുത്തേ. എടാ ഞാൻ കയറിയില്ല. ചാക്കോച്ചാ മുത്തേ നീ വന്നാ? ബെസ്റ്റി ബെസ്റ്റി വാ കയറി കയറി. ഓ ഓ ഓ പുറപ്പെടുന്നേ അത് മറ്റേ പെന്നി വൈസ് സ്പോട്ട്. ചാറ്റ് നോക്ക്. ഓക്കേടാ ഓക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. സൈലോനെ ഇപ്പോൾ കാണാറില്ല. എടാ എനിക്ക് തോന്നുന്നു അവൻ എന്തെങ്കിലും ബിസി ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അവന്മാർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിസി പരിപാടികളിലായിരിക്കും. എടാ ഞാൻ ഇവിടെ ഫ്രീ ആണെന്ന് വെച്ച്, ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇവിടെ ഫ്രീ ആണെന്ന് വെച്ച് ബാക്കിയുള്ളവർ എങ്ങനെയാണല്ലോ മുത്തേ. അവർക്ക് അവരെ ഇത് നോക്കണ്ടേ മുത്തേ. പഠിത്തം ഒലഹാസല്ല ഒൽഹാസ് എന്നാ. ഓക്കേടാ ഓക്കെ മുത്തേ. എടാ പെന്നി വയസ്സിൻ്റെ സ്പോട്ട് നമ്മൾ പോയിട്ട് കുറേ ആളായല്ലേ. എടാ ഇപ്പം പോകണ്ട. ഇപ്പം നമ്മൾ എന്തായാലും മൗണ്ടെയിൻ ആ ഒരു ഇതിലാണ് നിൽക്കണം. മൗണ്ടെയിൻ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചേക്കണം. എടാ എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങോട്ട് പോകണമെന്നുണ്ടോ. അതായത് നമ്മൾ ഈ മറ്റേ മൗണ്ടെയില മരുഭൂമിയിലൊരു സ്ഥലം മറ്റേ ഏറ്റവും ടോപ്പിൽ കയറിയില്ലേ, അതേപോലെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ പോകണമെന്നുണ്ട്. അത് ഞാൻ കുറച്ച് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ച് കുറച്ച് പാടുവാണ്. എന്നാൽ പോയാൽ അത് ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ മുത്തേ. ഇപ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ നമ്മൾ നടന്ന് കയറിയാൽ കണ്ടിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ അത് അനുസരിച്ച് ഡബ്ല്യു ആണ്. പക്ഷെ ചെയ്യണമെങ്കിൽ കുറച്ച് ഇതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ബസ് ട്രിപ്പിൽ പോവാം. സുമതി വളവിൽ വരണോ മുത്തേ? സുമതി വളവിൽ മാത്രം ഞാൻ ഇല്ലേ മുത്തേ, നീ വിട്ടോ. സുമതി വളവിൽ പോയ അവസാനം എല്ലാവരും കൂടെ അവിടെ ഇട്ട് ഓടിക്കളയും. സുമതി റിസ്ക് ആണ് മുത്തേ. ETV ആണെങ്കിൽ സുമതിയിലോട്ട് അസ്കി കളിക്കും. പക്ഷേ നമുക്ക് സമയമില്ല. നമ്മൾ ഡേഞ്ചർ പരിപാടിയിലോട്ട് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പോകണോ? എല്ലാവരും ഉണ്ടേ പോകായിരുന്നു. എവിടെ എവിടെ പോണേ? ഫ്രണ്ടിൽ കൂടെ ആരെ വച്ച് പിടിച്ച് പോയല്ലേ. എടാ ഇവൻ വെളി ഇറങ്ങി പോടാ. റെഡ് ബോക്സ് ബ്രോ എൻ്റെ റൂമിലെ കയറുമോ? എൻ്റെ മസ്ദ RX-7 റിവീൽ ചെയ്യാനാണ്. വരുമോ? വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് കഴിയുമ്പോൾ പറയാം. ഓ ഞാൻ വരാല്ല. നീ ആ സമയമാകുമ്പോൾ നിൻ്റെ IDയും ആ ഒരു പാസും ഇട്ടാൽ മതി. എടാ മുത്തേ പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ഒരു റൂമിൽ അവൻ്റെ വണ്ടി റിവീൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളൊന്ന് വിളിക്കാൻ തുടങ്ങല്ലേ. നമുക്ക് അത്ര അറിയാവുന്ന അത്യാവശ്യം നല്ലവന്മാരാണെന്ന് തോന്നുന്ന നമ്മളൊരു കട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ വണ്ടി റിവീലിങ്ങിന് മാത്രമേ നമ്മൾ പോകും. ഇവനെ എനിക്കറിയാം. അവൻ W ആണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. ഇവൻ്റെ സപ്പോർട്ട് അത്യാവശ്യം നല്ല സപ്പോർട്ടുള്ള ഒരുത്തനായതുകൊണ്ടാണ് ഞാൻ പോണത്. മനസ്സിലായില്ലേ മുത്തേ? ലൂഫി സീനായാ അവന് ഗിയർ മാറണില്ലെന്ന്. ഞാൻ അന്ന് ഓടി ഇന്നാ മുത്തേ. അവിടെ അന്ന് നമ്മളത് കണ്ടായിരുന്നടാ. ബ്രോ സെർവർ ഏതാ? ഇന്ത്യടാ. ഇന്ത്യ. ഞാനാണ് കൂട്ടിക്കൊണ്ടുപോയടാ. ഓ ഞാനാണ് കൂട്ടിക്കൊണ്ടുപോയ. അതെനിക്കറിയാം. ഞാൻ തിരിച്ച് കൊണ്ടുവന്നത് നീയാണ്. എടേ ഇത് എങ്ങാട്ട് പോണാ? സീനായ ഇറങ്ങട്ടാ. ഇറങ്ങാൻ പറ്റണില്ല. ഇറങ്ങണ വട്ടം കാണിക്കണില്ല. വട്ടം കാണിച്ച് എടാ ആ ഭാഗ്യം കേട്ടാ. എനിക്ക് ഭാഗ്യത്തിന് വാക്ക് വഗ്ഗായില്ല. ഇല്ലെങ്കിൽ സീനാൻ റൂമിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നു അതിനെ. എടാ ആരെങ്കിലും വേറെ ബസ്സിൽ കയറാം. വേറെ ബസ്സിൽ കയറിയാലാ? എടാ നിൽക്കുക അവിടെ. എനിക്കൊരു സ്ഥലമുണ്ട് മുത്തേറ്റി. എടാ ഒരുത്തിങ്ങോട്ട് വന്നാണ്. ഞാൻ ബാക്ക് അടിച്ചു കയറാം. ഓക്കെ. എടാ ലോക്ക് ഇട്ട് വെച്ചേക്കാൻ അശ്വിനെ. ലോക്ക് മാറ്റിയ ലോക്ക് ഇട്ട് വെച്ചേക്കണം. എടാ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അവിടെ ആ മലയുടെ മുകളിലൊന്ന് കയറിയാലാ? എന്ത് പറയാണ്? ആ മലയുടെ മുകളിലൊന്ന് കയറി നോക്കിയാലാ? മൗണ്ടേ പോകാനാണ് ഇരുന്നത്. അപ്പം നേരത്തെ വന്ന സമയത്ത് ഇവിടെ എന്തിനൊക്കെ ബഗ് അടിച്ചെന്ന് പറഞ്ഞ് അവന് പോകേണ്ടതായിട്ട് വന്ന്. ഇതാര്? മാർക്കോ വൈറ്റി. അംഗീകാരം. മല കയറിയാലോ? ലൂഫി ഡിസ്കണക്ട് ആയി പോയെന്ന്. ഓക്കെ റെഡ് ബോക്സ് ബ്രോ സിദാൻ എനിക്ക് ന്യൂ അപ്ഡേറ്റ് മെർസിഡീസ് തന്നു. ഞാൻ വെരി ഹാപ്പി മുത്തേ. ഓക്കേടാ ഓക്കെ സിദാൻ. എടാ എല്ലാവരും സിദാൻ്റെ ഡബിൾ എടുത്താണ്ടാ മുത്തേ. എടാ മുത്തേ പിന്നെ നീ വിഷമിക്കല്ലേ ഏട്ടാ. ഞാൻ നിനക്ക് മനഃപൂർവ്വം കാറൊന്നും തരാത്ത അല്ല ഏട്ടാ. പിശുക്കിലൊട്ടയൊന്നും അല്ല ഏട്ടാ. നമ്മൾ ലൈവിൽ റൂൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് തുടക്കം ഈ ലൈവിൻ്റെ കുറച്ച് സമയങ്ങളിലൊക്കെ പണ്ട് ഇതിലൊട്ട നടന്നിട്ടുണ്ട്. അതായത് നമ്മളടുത്ത് ലൈവിൽ മനഃപൂർവ്വം കാറിന് വേണ്ടി മാത്രം ആൾക്കാർ വന്നിട്ട് നമ്മളൊരുമാതിരി ലൊട്ടയാക്കി പോണ പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് ഹർട്ടായി, മനസ്സിലായില്ലേ, സാഡായി. അതുകൊണ്ടാണ് പിന്നെ സംഭവമേ വേണ്ടെന്ന രീതിയിൽ അങ്ങ് തീരുമാനിച്ചത്, ഒരു റൂള് പോലെ വെച്ചത് കേട്ടോ. അതാണ് ഞാൻ തരാത്തത്. അല്ല നിനക്കൊരു വണ്ടി അറിഞ്ഞാലും എനിക്കൊരു വിഷമവും ഇല്ല കേട്ടോ മുത്തേ.
ഇവ എങ്ങോട്ട് പോണ മുത്തേ? ആ മല കയറാൻ പറഞ്ഞാണ്, പാതിയെ വന്നോളൂ. അപ്പത്തേക്ക് പൂവലടിക്കണ്. മുത്തേ നിനക്ക് ബുദ്ധിയുണ്ട്, വണ്ടി പാതിക്ക് നിന്നുകൊണ്ടെന്ന് അവന് ബോധമുണ്ട്. മുത്തേ നൈസ്. എടാ മാർക്കോ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. 2 മാർക്കോ എടാ മുത്തേ. 27 ലൈക്ക്, ഒരു 3 ലൈക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 30 ലൈക്ക്. അതിൽ തന്നെ 3 സബ് ഉണ്ട്, നമ്മൾ 610 സബ് എത്തും. സബ്ബൊക്കെ വളരെ പതിയെ കയറണോള്. നിങ്ങളെ ഇഷ്ടം. അത് അപ്പം എന്തിനു പറയാം, എന്തായാലും നമുക്ക് നോക്കാം. സിദാനെ മാർക്കോ നല്ല. ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാം, മല പിന്നെ കയറാം. ഒരു സ്ഥലത്തേക്ക് വിട്ടോ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകണം എന്തോ മുത്തേ? ബസ് ട്രിപ്പാണ്, ബസ്സിലാണ് കയറേണ്ട. അവന് ബഗ് അടിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങി അവൻ്റെ വണ്ടി കയറിയ സീനില്ല. ഓക്കെ, എന്തായാലും അവൻ്റെ വണ്ടി കയറുന്നത് നമ്മൾ ബസ് ട്രിപ്പിൽ കാറ് കയറില്ല മുത്തേ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ ബ്രോ, എനിക്ക് വിഷമം ഒന്നും ഇല്ല, എന്നാലും ചെറിയൊരു വിഷമം വന്നാ. എടാ മുത്തേ, അത് റൂളായി പോകണം. അതുകൊണ്ടാണ് നമ്മൾ റൂള് ചിലപ്പോൾ മാറ്റിയാലേ, അങ്ങനെ പറയണേ ഉള്ളൂ. ചിലപ്പോൾ മാറ്റാം, ചിലപ്പോൾ മാറ്റൂല. നീയോ പോലും നമ്മൾ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഇതെല്ലാം നമുക്ക് നോക്കാം. കിട്ടിയോ? അത് ടൈപ്പിട്ടോ. ഓക്കെ മുത്തേ, ഞാൻ മാർക്കോരെ വണ്ടി കയറിയിരിപ്പുണ്ട്. ഇൻറ്റീരിയർ കാണിച്ചു തരാം. വേണ്ട ഇരിക്കാൻ ആളെ കണ്ടാ മുത്തേ? ഇതെന്തരും? ഓക്കെ മാർക്കോ ഇരിപ്പുണ്ട് മുത്തേ. ബ്രോ നെക്സ്റ്റ് ബെൻസ് കാർ മീറ്റ്. എടാ നമ്മൾ മീറ്റ് പോലെ അല്ല വയ്ക്കണ, നോക്കാം. മീറ്റല്ല, ഇത് ട്രിപ്പ് അടിക്കലാണ്, മനസ്സിലായില്ലേ? മീറ്റല്ല, നോക്കാം. അങ്ങനെ നോക്കാം, അത്രയാ പറഞ്ഞോളൂ. മീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് വേണം ബെൻസൊക്കെ എടുത്തിട്ട് കറങ്ങാൻ പോക്ക്, അങ്ങനെ നോക്കാം. അത് തന്നെ, എന്തായാലും നമുക്ക് ഓരോ പരിപാടി ചെയ്ത് നോക്കാം. മുത്തേ ഇരിക്കാം. എടാ ഷോ മിറർ ഇട്ടിട്ട് എനിക്ക് അവനെ കാണാൻ വണ്ടി. ഇപ്പം ശരിയായി, ഷോ മിറർ ഇട്ടിട്ട് നേരത്തെ കാണിച്ചില്ല. മുത്തേ എന്ത് വണ്ടി ഉരുണ്ടുരുണ്ട് പോണ? റൂഫ് ബോക്സ് സിവിക് ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങോട്ടിട്ട. ഓക്കെ, നെക്സ്റ്റ് കാർ ബെൻസ് കാർ ട്രിപ്പ്. നെക്സ്റ്റ് കാർ ബെൻസ് കാർ ട്രിപ്പ് എന്നാ? നോക്കാം മുത്തേ, നോക്കാം. കാർ ബെൻസ് നോക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞോളൂ, ഉറപ്പിച്ച് അങ്ങനെ. ഓക്കെ, അടുത്ത് ഉറപ്പായിട്ടും അങ്ങനെ പോകാം, അങ്ങനെ പറയണില്ല. നോക്കാം മുത്തേ, അത്രേ നമ്മൾ പറയണോളൂ. ഓക്കെ, 17 വ്യൂസ് ഉണ്ട്, വളരെ സന്തോഷം. പക്ഷേ സബ്ബും ലൈക്കും അതാണ്, സബ്ബാണ് ഒട്ടും കയറാത്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയറണം. പണ്ടൊക്കെ അത്യാവശ്യം നല്ല സബ്ബ് കയറുമായിരുന്നു, ഒരു 10-15 കയറുമായിരുന്നു. ഇപ്പം ഭയങ്കര ഇഴഞ്ഞാണ്, ആരും സബ്ബ് ചെയ്യണില്ല. എന്താ മുത്തേ നമ്മൾ ലൈവ് അത്ര ലൊട്ടേ മുത്തേ? എനിക്ക് അങ്ങനെ തോന്നണില്ല, എനിക്കങ്ങനെ മോശം. നമ്മൾ ലൈവ് ലൊട്ടായിരുന്നു എനിക്ക് തോന്നണില്ല മുത്തേ. പക്ഷേ എടാ ഹൈഡ് സ്മോക്കൊക്കെ പിന്നെ എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? ഹൈഡ് സ്മോക്ക് ഒന്ന് ലോട്ട. നമ്മൾ അവസാനം ബസ് ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിലാണ് ഇരിക്കണം മുത്തേ, കാറിലായിരിക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. എങ്ങോട്ട് പോണതിലെന്നാണ്, എങ്ങോട്ടെങ്കിലും പോകുമെന്തോ. ഇവിടെ മതിയോ? നിൽക്ക് അടുത്ത റൂമിടാ. നിൽക്ക്. ഒയ്യോ ബഗ്. അതെന്താ? വേറെ കാർ എടുക്കാം. വേറെ കാർ എടുക്കാൻ മുത്തേ, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും അതിൽ വന്നോ. ബസ്സല്ല കേട്ടോ, ബസ്സല്ലേ.